കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പത്രമാധ്യമങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് മസ്തിഷ്ക ജ്വരത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ചുള്ളത്. അതെ, കേരളത്തിൽ ഈ കഴിഞ്ഞ മാസം കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ആദ്യമായി കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി കേരളത്തിലെ വിവിധ ജില്ലകളായിട്ടുള്ള മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളിൽ നിന്നും രോഗം സ്ഥിരീകരിച്ചതോടുകൂടി കേരളത്തിലെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, കേരളത്തിൽ കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു പനി, തലവേദന എന്നീ ലക്ഷണങ്ങളെ തുടർന്ന് ശക്തമായ കഴുത്ത് വേദന, ബോഡി ബാലൻസ് നഷ്ടപ്പെടുക, ആളുകളെയും പരിസരങ്ങളെയും തിരിച്ചറിയാതിരിക്കുക, അവസാനം കോമയിലേക്ക് എത്തിച്ചേരുന്ന ഗുരുതരമായ ഒരു രോഗാവസ്ഥയാണിത്. ഈ ഗുരുതരമായ അവസ്ഥയ്ക്ക് കാരണക്കാരനാണ് നെഗ്ലേറിയ ഫൗളറി അല്ലെങ്കിൽ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്ന പാത്തജൻ. ഫൈലം പെർക്ലോസോവയിലെ നെഗ്ലേറിയ ജീനസിൽപ്പെട്ട ഒരു രോഗാണുവാണ് നെഗ്ലേറിയ ഫൗളറി. ബ്രെയിനിലെ മെനിഞ്ചസ് ലെയറിനെ തിന്നുന്നത് കൊണ്ട് ഈ അവസ്ഥയ്ക്ക് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന പേരും കൂടി ഉണ്ട്. ഈ രോഗാണു കൂടുതലും കാണപ്പെടുന്നത് ഫ്രഷ് വാട്ടർ ബോഡീസിലാണ്. ലേക്ക്, പോൺസ്, അതേപോലെ തന്നെ സ്ട്രീംസ്, വാം വാട്ടർ ബോഡീസിലൊക്കെയാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. ഇതുമായി കോണ്ടാക്റ്റ് ഉള്ള ആളുകളിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രൈമറി സിംറ്റംസ് ഒക്കെ കാണപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറുമായിട്ട് സമീപിക്കേണ്ടതാണ്. അതെ, കാരണം ഇത്തരം ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നീന്തൽ പരിശീലകർ, മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ജലസ്രോതസ്സുകളെ ആശ്രയിക്കുന്നവർ, ഇവരിൽ ഈ രോഗാണു എത്തിച്ചേരുന്നത് അവരുടെ മൂക്ക് വഴിയാണ്. പിന്നീട് അത് അവരുടെ മസ്തിഷ്കത്തിൽ എത്തിച്ചേരുകയും മെനിഞ്ചസ് ലെയറിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ മെനിഞ്ചസ് ലെയറിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ രോഗാണുവിന് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന പേര് കൂടിയുണ്ട്. ഇതിൻ്റെ പ്രാഥമിക പരിശോധന അല്ലെങ്കിൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് രോഗിയുടെ CSF അല്ലെങ്കിൽ ബ്രെയിൻ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് അത് കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ്. അതിൽ ഇൻഫെക്ഷൻ കണ്ടെത്തുകയാണെങ്കിൽ PCR, IHC അതുപോലെ ഇമ്മ്യൂണോഫ്ലോറസൻ അസേ എന്നിവ ഉപയോഗിച്ച് തുടർ പഠനങ്ങൾ നടത്തുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ കൺഫർമേഷൻ ലഭിക്കുന്നത് ബ്രെയിൻ ബയോപ്സിയിലൂടെയാണ്. എന്നിരുന്നാലും നമ്മൾ കുറേ ചലഞ്ചസ് നേരിടുന്നുണ്ട്. ഇത് ബോഡിയെ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡയഗ്നോസിസ് റിസോഴ്സസ് ആണ്. ലേറ്റ് ഡിറ്റക്ഷൻ മൂലം നമുക്ക് രോഗിയുടെ മരണം വരെ എത്താൻ ചാൻസ് കൂടുതലാണ്. ഏർലി ഡിറ്റക്ഷൻ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ സുഖപ്പെടുത്താൻ കഴിയുന്നതുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത്തരം ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ നോസ് പ്ലഗ്സ് യൂസ് ചെയ്യുക, മുഖവും മൂക്കും വൃത്തിയാക്കാൻ വേണ്ടി സ്റ്റെറൈൽ ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്യുക, പ്രോപ്പർ ക്ലോറിനേഷൻ ജലസ്രോതസ്സുകളിൽ കൊണ്ടുവരിക. ഇതുവരെയുള്ള പഠനങ്ങൾ പറയുന്നു ശുദ്ധജല സ്രോതസ്സുകളിൽ നിന്ന് മാത്രമാണ് ഈ അമീബയുടെ സ്പ്രെഡിംഗ് എന്ന്. എന്നാൽ പുതിയ പഠനങ്ങൾ പറയുന്നു സോയിലിൽ നിന്നും ഇതിനൊരു വ്യാപന സാധ്യതയുണ്ടെന്ന്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുകയും ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുമാണ് നാം ചെയ്യേണ്ടത്.